അൻവർ സൂചിപ്പിച്ചതുപോലെ തന്നെ GCC രാഷ്ട്രങ്ങൾ ഒറ്റക്കെട്ടായി ഈ ആക്രമണത്തെ അപലപിക്കുകയാണ്. ഈ സമാധാനപരമായി അവിടുത്തെ സാഹചര്യം പോവുക, അല്ലെങ്കിൽ ഇസ്രയേൽ ഇറാൻ സംഘർഷം അത് ഗൾഫ് കോസ്റ്റിലേക്ക് കടക്കുന്നത്, അവരുടെ കപ്പൽ മേഖലയിലേക്ക്, അത് ഹോർമൂസ് കടലെടുക്കുകയാണെങ്കിൽ അങ്ങനെ, അതല്ല എയർ സ്പേസിലേക്ക് വരുന്നത്, ഒന്നും തന്നെ GCC രാഷ്ട്രങ്ങൾ ഒരിക്കലും അതിനെ ഏത് വിധേനയും അത് ഒഴിവാക്കുക എന്നത് അവരുടെ സ്വൈര്യജീവിതം, അതിനപ്പുറത്തേക്ക് വ്യാപാരം, എല്ലാത്തിനെയും ബാധിക്കുന്ന കാര്യമാണ്. ഒപ്പം അമേരിക്കയുടെ എയർബേസുകൾ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ അവർക്ക് ഇനിയും ആക്രമണ സാധ്യതകൾ ഉണ്ട് എന്ന് കരുതി ബഹ്റൈൻ അടക്കം മുന്നറിയിപ്പ് നൽകുന്നു. ഇനി ഏത് തരത്തിലൊരു ഇടപെടൽ അത് ഇറാൻ ലക്ഷ്യമിടുന്നു, ഈ സംഘർഷത്തിൽ GCC രാഷ്ട്രങ്ങളുടെ ഒരു ഇൻവോൾവ്മെൻറ്റ്, അവർ ഒരു പീസ് ടോക്കിലാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു സമാധാന ചർച്ചകളിലേക്ക് ഒരു GCC രാഷ്ട്രങ്ങളുടെ ആക്റ്റീവായ ഇൻവോൾവ്മെൻറ്റ് പ്രതീക്ഷിച്ചുകൊണ്ടാവുമോ ഈ ലക്ഷ്യം വെക്കുന്നത് ഖത്തറിനെയും ബഹ്റൈനെയും ഒക്കെ ആക്രമിക്കുമെന്ന് പറയുന്നത്? തീർച്ചയായിട്ടും ഗോകുൽ, കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഈ അമേരിക്കയുടെ ആക്രമണം വന്നപ്പോൾ തന്നെ ഒരുപാട് ഗൾഫ് രാജ്യങ്ങളെ ബന്ധപ്പെട്ടിരുന്നു. സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളെ ബന്ധപ്പെട്ടതായിട്ടാണ് അറിയുന്നത്. ഞങ്ങൾക്ക് വേണ്ടി അമേരിക്കയുമായി സംസാരിക്കണം, അമേരിക്കയുടെ ആക്രമണം തടയാൻ വേണ്ടിയുള്ള പല ശ്രമങ്ങളും നടത്തിയിരുന്നു. അപ്പോൾ ഇത്രയും ആക്രമണം കഴിഞ്ഞിട്ടും വലിയ രീതിയിൽ അറബ് രാജ്യങ്ങളുടെ ഒരു പ്രതികരണം ഉണ്ടായില്ല എന്നുള്ള പരാതി ഇറാനുണ്ട്. ആകെയുള്ളൊരു വന്നത് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ തുർക്കിയിലെ ഇസ്താംബുളിൽ യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ വെച്ച് അതിൻ്റെ അവസാനം ഈ ആക്രമണത്തിൽ, അമേരിക്ക ഇറാനിൽ നടത്തിയ ആക്രമണത്തിൽ അവർ പ്രതിഷേധവും എതിർപ്പും പ്രകടിപ്പിച്ചിരുന്നു. അതിനപ്പുറത്തേക്ക് ഇറാന് പിന്തുണയുമായി എന്തെങ്കിലും ഒരു ആക്ഷൻ ഉണ്ടായില്ല. എന്ന് മാത്രമല്ല, ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അവിടെ നിന്ന് നേരെ പോയത് റഷ്യയിലേക്കാണ്. റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ കണ്ട് സംസാരിച്ച ശേഷം വ്ളാഡിമിർ പുടിനാണ് കുറച്ചും കൂടി ധൈര്യം നൽകുന്ന രീതിയിലുള്ള തീരുമാനം പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ പിണക്കാൻ പല ഗൾഫ് രാജ്യങ്ങൾക്കും താല്പര്യമില്ല എന്നൊരു തോന്നൽ ഇറാനുണ്ട്. പ്രത്യേകിച്ച് സൗദി അറേബ്യ മറ്റ് അബ്രഹാം കരാറിൽ ഒപ്പിട്ടിട്ടില്ലെങ്കിലും സൗദി അറേബ്യയും ഇസ്രായേലും തമ്മിൽ ഒരു ഇൻഫോർമലായിട്ടൊരു ബന്ധമുണ്ട്. പാലസ്തീൻ പ്രശ്നം പരിഹരിച്ചാൽ അബ്രാഹം കരാറിൽ ഒപ്പിട്ട് സൗഹൃദം സ്ഥാപിക്കാമെന്നാണ് സൗദി അറേബ്യ പറഞ്ഞത്. അതേസമയം UAE, പക്ഷേ UAEയും ബഹ്റിനും സുഡാനും അടക്കമുള്ള രാജ്യങ്ങളൊക്കെ അബ്രാഹം അക്കോർഡിൽ അല്ലെങ്കിൽ അബ്രാഹം കരാറിൽ ഒപ്പിടാൻ, ഇസ്രായേലുമായി ഒപ്പിടാൻ കാരണമായി വർത്തിച്ചത് സൗദിയാണ്. അപ്പം അതുകൊണ്ട് ഈ രാജ്യങ്ങളൊക്കെ മൗനം പാലിക്കുന്നു, ഇറാന് വേണ്ടി രംഗത്ത് വരുന്നില്ല. ഖത്തറും ഈജിപ്തും ഗസ പ്രശ്നത്തിൽ മധ്യസ്ഥരായിട്ട് നിൽക്കുന്ന രാജ്യങ്ങളാണ്. അവരും വേണ്ടത്ര വന്നില്ല എന്നൊക്കെയുള്ള പരാതികൾ ഇറാനുണ്ടാവും. അതുകൊണ്ട് കൂടിയായിരിക്കണം ഇതൊരു മെസ്സേജ് സെൻഡിങ് ആണ്. അമേരിക്കൻ എയർബേസിലേക്കാണ് അയക്കുന്നതെങ്കിലും ഖത്തറിൻ്റെ ഒരു പരമാധികാര രാഷ്ട്രത്തിൻ്റെ സ്പേസിലേക്കാണ് അയക്കുന്നത്. അപ്പോൾ ഖത്തറിന് ഒരു പരോക്ഷമായ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. നിങ്ങൾ അമേരിക്കയെ ആയിട്ട് ബന്ധം തുടർന്നുകൊണ്ടിരുന്നാൽ ഞങ്ങൾക്ക് വേറെ നോക്കാനില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം ചെയ്യേണ്ടി വരുമെന്നുള്ള ഒരു വാണിംഗ് അതിൻ്റെ പിറകിലുണ്ട്. അതുകൊണ്ടാണ് ഖത്തർ പറഞ്ഞത് ഞങ്ങൾ തിരിച്ചടിക്കും, ഇതൊരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റില്ല, ഞങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്, അന്താരാഷ്ട്ര നിയമങ്ങളെ നിയമങ്ങളും ലംഘിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് ഖത്തറിന് മേൽ നടത്തിയിരിക്കുന്നതെന്ന് ഖത്തറിൻ്റെ ഭരണകൂടം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഗോകുൽ.